തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്താൻ തീരുമാനം. കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും. കുടമാറ്റത്തിന്റെ സമയവും കുടകളുടെ എണ്ണവും കുറയ്ക്കും. ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. വെടിക്കെട്ടുണ്ടാവോ? ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ഉണ്ടാവോ? കുടമാറ്റം ആചാരപ്രകാരമുള്ള. എത്ര സമയം ഉണ്ടാവും കുടമാറ്റം? ആചാരപരമായ കാര്യങ്ങൾ നടത്തും. ആചാരപരമായ കാര്യങ്ങൾ മഠത്തിൽ വരെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും കഴിഞ്ഞ ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം അത് കുറച്ച് ഇപ്പം നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. ഇപ്പോൾ പ്രതീകാത്മകമായിട്ട് നടക്കും. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. കുടമാറ്റം വളരെ റെസ്പെക്ട് ചെയ്തു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വെടിക്കെട്ടില്ലാതെ തന്നെ പൂരം നടത്താനാണ്, ചടങ്ങുകൾ മാത്രമായി നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എന്തൊക്കെയാണ് യോഗത്തിലെ മറ്റ് തീരുമാനങ്ങൾ? തീർച്ചയായും വെടിക്കെട്ട് ഒഴികെ ഉള്ള മറ്റ് പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം നടക്കുമെന്ന് വ്യക്തമാണ്. അതിലൊരു വ്യത്യാസമുള്ളത് കുടമാറ്റമാണ്. കുടമാറ്റത്തിന്റെ സമയം 15 മിനിറ്റായി ചുരുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുടകളുടെ എണ്ണം സ്വാഭാവികമായും 15 മിനിറ്റ് ആകുമ്പോൾ കുടകളുടെ എണ്ണവും കുറയും. അതായത് 1 മണിക്കൂറോളം നടക്കേണ്ട കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കും എന്നുള്ളൊരു കാര്യം മാത്രമാണ്. വെടിക്കെട്ട് ഇല്ല എന്നതൊഴിച്ചാൽ മറ്റൊരു വ്യത്യാസം ഉള്ളത്, അതിൽ ആനകളുടെ എണ്ണം കുറയ്ക്കില്ല. 15 ആനകൾ ഇരുഭാഗത്തും ഉണ്ടാവും. അതുപോലെ തന്നെ ഇലഞ്ഞിത്തറ മേളം, നേരത്തെ എത്ര കലാകാരന്മാരാണ് മേളത്തിൽ പങ്കെടുത്തത് അത്ര തന്നെ കലാകാരന്മാർ ഇലഞ്ഞിത്തറ മേളത്തിലും പങ്കെടുക്കും. പാറമേക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇലഞ്ഞിത്തറ മേളം ആണ് പാറമേക്കാവിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്നാണ് ഇപ്പോൾ ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് ആ ഇലഞ്ഞിത്തറ മേളം പൂർണ്ണമായും പൂർവാധികം ഭംഗിയോടെ നടക്കും. അതുപോലെ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. മഠത്തിൽ വരവും അതിന്റെ പൂർവാധികം ഭംഗിയോടെ ആഘോഷിക്കും. മറ്റ് ചെറുപൂരങ്ങളുടെ വരവ്, അതുപോലെ തന്നെ രാത്രിയുള്ള മേളങ്ങൾ, രാത്രിയുള്ള ചെറുപൂരങ്ങളുടെ വരവ്, പകൽ പൂരം, ഉപചാരം ചൊല്ലിപ്പിരിയൽ എല്ലാം അതുപോലെ തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യോഗം സമാപിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇരു ദേവസ്വങ്ങളുടെ സെക്രട്ടറിമാർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് മാധ്യമങ്ങളോട്. ഈ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് എന്ന ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. പകരം 1-2 കതിന പൊട്ടിക്കും. അതാത് ചടങ്ങുകളുടെ സമയത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷം ചടങ്ങിന് വേണ്ടി 1-2-3 കഥനകൾ പൊട്ടിക്കും എന്നല്ലാതെ പകൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷമുള്ള വെടിക്കെട്ട് ഉണ്ടായിരിക്കില്ല. പകൽ വെടിക്കെട്ട് കൂടാതെ പൂര ദിവസം പിറ്റേ ദിവസം പുലർച്ചെ നടക്കുന്ന വലിയ വെടിക്കെട്ട് ഉണ്ടായിരിക്കില്ല. സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടായിരിക്കില്ല. വെടിക്കെട്ട് പരിപാടികളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി. ഈ ഒരു ഒഴിവാക്കലിന് പിന്നിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേരള വിഷനോട് പറയുകയുണ്ടായി. അതായത് ഇത് പൂർണ്ണമായും തങ്ങളുടെ തീരുമാനമാണ്. അതായത് ഇത്രയും പേര് മരിച്ചു, ആളുകൾ ചികിത്സയിലുണ്ട്, പലരെയും 2-3-4 പേരെ കാണാനില്ല. ഈ സമയം വരെ ആയിട്ടും അവരെ കുറിച്ച് യാതൊരു വിവരമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ദുഃഖമുണ്ട്. തിരുവമ്പാടിക്ക് പാറമേക്കാവിനുമുണ്ട് ദുഃഖം. അതുകൊണ്ട് തന്നെയാണ് സ്വമേധയാ നമ്മൾ വെടിക്കെട്ട് എന്നുള്ളൊരു കാര്യം പൂർണ്ണമായും ഒഴിവാക്കുന്നത്. കുടമാറ്റം ആകർഷകമായ ഒരു കാര്യമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകളിൽ ഒരു ആകർഷകമായ ചടങ്ങാണ് കുടമാറ്റം എന്ന് പറയുന്നത്. മറ്റൊന്ന് വെടിക്കെട്ടാണ്. ആ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി കുടമാറ്റം, ഈ മരിച്ചവരുടെ ആദര സൂചകമായി കുടമാറ്റവും ചുരുക്കി 15 മിനിറ്റ് സമയം മാത്രമേ കുടമാറ്റം നടക്കൂ. ആനകളുടെ എണ്ണത്തിൽ കുറവില്ല. കുടമാറ്റത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ എണ്ണത്തിൽ കുറവില്ല. കുടകളുടെ എണ്ണം കുറയ്ക്കും. 15 മിനിറ്റായി ചുരുക്കും. മറ്റ് എല്ലാ ചടങ്ങുകളും യഥാവിധി കൃത്യം കഴിഞ്ഞ തവണ നടന്നതുപോലെ തന്നെ ഇത്തവണയും നടക്കും. ഒരു കലാകാരനെ പോലും മേളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്നോ കുറയ്ക്കില്ല. ചമയ പ്രദർശനം ചുരുക്കും എന്നുള്ളൊരു കാര്യം ഇന്നലെ തന്നെ തിരുവമ്പാടി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചമയ പ്രദർശനം ചുരുങ്ങിയ സമയം ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ റവന്യൂ മന്ത്രി രാജൻ, വാസവൻ, ആർ ബിന്ദു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, കളക്ടർ, കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ 2 മണിക്കൂറിലധികം സമയം ഈ യോഗത്തിനെടുത്തു. ആ യോഗശേഷമാണ് ഇരു ദേവസ്വത്തിന്റെയും ഭാരവാഹികൾ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ദീപ്തി.
ശരി, എന്തായാലും തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും. കുടമാറ്റത്തിന്റെ സമയവും കുടകളുടെ എണ്ണവും കുറയ്ക്കും. ഉന്നതതല യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സാധാരണ 1 മണിക്കൂർ നേരമായിരുന്നു ഈ ഒരു കുടമാറ്റം ഉണ്ടായിരുന്നത്. അതിൻ്റെ സമയം 15 മിനിറ്റായി ചുരുക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു തീരുമാനത്തിൽ യാതൊരുവിധ സമ്മർദ്ദവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് തിരുവമ്പാടി സെക്രട്ടറി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തൃശൂർ പൂരത്തിന് വെടിക്കെട്ടില്ലാതെ തന്നെ ചടങ്ങുകൾ മാത്രമായി നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തും. കുടമാറ്റത്തിന്റെ സമയവും കുടകളുടെ എണ്ണവും കുറയ്ക്കും. ഇതാണ് ഉന്നതതല യോഗത്തിൽ ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.